നമസ്കാരം കൂട്ടുകാരെ. 2024 ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സുകുമാർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ അഭിനയിച്ചെത്തിയ പുഷ്പ 2. പുഷ്പ 2വിന്റെ വിശദമായ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ജപ്പാനിലെ യോക്കോഹാമ പോർട്ടിൽ നിന്നുമാണ്. തുറമുഖത്ത് ഒരു കണ്ടെയ്നർ ഷിപ്പ് എടുത്തു മാറ്റുകയായിരുന്നു. ഓവർവെയ്റ്റ് കാരണം ക്രെയിനിൽ നിന്ന് അത് പൊട്ടി താഴെ വീണു. അതിനകത്ത് മുഴുവൻ ചന്ദനമരങ്ങളായിരുന്നു. അത് കണ്ടതും അവിടുത്തെ വർക്കേഴ്സ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ കണ്ടെയ്നറിനകത്താണെങ്കിൽ ഒരു യുവാവും ഉണ്ടായിരുന്നു. വിവരം വളരെ വേഗം പാസ് ചെയ്യപ്പെട്ടു. ജപ്പാനിലെ ഒരു യാക്കുസ സംഘവും അങ്ങോട്ടേക്ക് വന്നെത്തി. അവർ കണ്ടെയ്നറിലുണ്ടായിരുന്ന വ്യക്തിയെ പിടികൂടി കെട്ടിത്തൂക്കി. ഒരവസരത്തിനു വേണ്ടി ആ യുവാവ് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. വൈകാതെ തന്നെ അയാൾ താഴെ ചാടി വീണു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് കനത്ത ഫൈറ്റായിരുന്നു. യാക്കുസ സംഘവും ആ യുവാവും ഒറ്റയ്ക്ക് പരസ്പരം എതിരിട്ടു. ആ യുവാവായിരുന്നു പുഷ്പരാജ്. പുഷ്പരാജ് ചന്ദനക്കടത്ത് മാഫിയ തലവനാണ്. ഇന്ത്യയിൽ നിന്നും പണത്തിന്റെ ആവശ്യത്തിനായി നിയമപരമല്ലാതെ ജപ്പാനിൽ എത്തിച്ചേർന്നതായിരുന്നു അയാൾ. അവിടെ നടന്ന കനത്ത ഫൈറ്റിനൊടുവിൽ അങ്ങോട്ടേക്ക് യാക്കുസ സംഘത്തിന്റെ നേതാവ് ഹിരോഷി കടന്നുവരികയാണ്. പ്രശ്നമുണ്ടാക്കി ഫൈറ്റ് ചെയ്യുന്ന പുഷ്പയെ കണ്ടതും ഹിരോഷി അവനെ വെടിയുതിർത്തു. പുഷ്പ നിലതെറ്റി കടലിലേക്ക് വീണു. വെള്ളത്തിലേക്ക് ആണ്ടുപോവാൻ ആരംഭിച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പുഷ്പയുടെ കുട്ടിക്കാലം. അച്ഛനില്ലാത്തതിന്റെ പേരിൽ, അച്ഛൻ ആരാണെന്നറിഞ്ഞിട്ടും അച്ഛന്റെ മറ്റൊരു കുടുംബം അത് അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ പുഷ്പ എന്നും അപമാനിതനായിരുന്നു. കുട്ടിക്കാലത്തും അവൻ ആ അപമാനം ഏറ്റുവാങ്ങി. അത് ഓർത്തുകൊണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്നും പുഷ്പ ഞെട്ടിയുണർന്നത്. പുഷ്പയെ പുഷ്പയുടെ ഭാര്യ ശ്രീവല്ലി ആശ്വസിപ്പിച്ചു. ഇതേസമയം മറ്റൊരിടത്ത് ചന്ദനത്തടി വെട്ടാൻ പോകുന്ന തൊഴിലാളികളേവരും ലോറി വരാൻ കാത്തിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ശ്രീനു എന്നുപേരുള്ള ഒരു യുവാവുമുണ്ടായിരുന്നു. അടുത്ത ദിവസം ശ്രീനുവിന്റെ കല്യാണമാണ്. എന്നിട്ടായിരുന്നു തലേന്നവൻ ചന്ദനമരം വെട്ടാനായി പുറപ്പെട്ടത്. കൂട്ടുകാർ ചോദിച്ചു, എടാ ശ്രീനു, നാളെ നിന്റെ കല്യാണമല്ലേ, എന്നിട്ടാണോ ഇന്ന് നീ ജോലിക്ക് വന്നേ? ശ്രീനു പറഞ്ഞു, കല്യാണം എപ്പോ വേണമെങ്കിൽ കഴിക്കാം. ഇതതുപോലാണോ? പുഷ്പണ്ണന് എന്റെ മേലുള്ള വിശ്വാസമല്ലേ ഏറ്റവും വലുത്. ആ സമയമാണ് അവരുടെ കൂട്ടത്തിൽ ചന്ദനമരം വെട്ടാൻ പോവാൻ കാത്തിരിക്കുന്ന പണിക്കാരിൽ ഒരാൾ വ്യക്തമാകുന്നത്. അത് ഷെഖാവത്തായിരുന്നു. ബൻവാർ സിംഗ് ഷെഖാവത്ത്. SP ആയ അയാളെ പുഷ്പ ഒരിക്കൽ വലിയ തോതിൽ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ശത്രുത അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്കൊപ്പം കൂടി വേഷം മാറിച്ചെന്ന് പുഷ്പയ്ക്കായി മുറിക്കപ്പെടുന്ന ചന്ദനമരങ്ങൾ കൃത്യസമയത്ത് പിടികൂടുകയും തൊഴിലാളികളെ അടക്കം പിടികൂടുകയുമായിരുന്നു ബൻവാർ സിംഗ് ഷെഖാവത്തിന്റെ ലക്ഷ്യം. വൈകാതെ ലോറി വന്നു. അവരൊക്കെ ചന്ദനമരം വെട്ടുന്നിടത്തേക്ക് പുറപ്പെട്ടു. സ്ഥലത്തെത്തി മരം മുറിക്കലൊക്കെ കഴിഞ്ഞ് ചന്ദനം വണ്ടിയിൽ കയറ്റാൻ തുടങ്ങുമ്പോഴാണ് ഷെഖാവത്ത് തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തത്. തന്റെ വയർലെസ് എടുത്ത് SI കുപ്പരാജിനെ വിളിച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ചന്ദനമരങ്ങളും അത് മുറിച്ചവരെയും കൈയോടെ പിടികൂടാം എന്നറിയിച്ചു. അവരോടെത്താനും ഉത്തരവിട്ടു. പിന്നെ പറയണ്ടല്ലോ, പോലീസ് സംഘം പാഞ്ഞെത്തി. ചന്ദനമരം വെട്ടാൻ വന്നിരുന്ന പുഷ്പയുടെ തൊഴിലാളികളെ മുഴുവൻ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചു. ചന്ദനമരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം സേനുവിന്റെ വിവാഹ ചടങ്ങുകൾ അരങ്ങേറുകയാണ്. വധു അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞു, മോളെ, ശ്രീനു പോലീസ് സ്റ്റേഷനിലാണ്. അവനെങ്ങനാ വിവാഹത്തിന് വരാൻ പറ്റുക? പക്ഷേ വധുവിന് ധൈര്യമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞിട്ടാണ് ജോലിക്കായി പോയിരുന്നത്. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അവൻ എന്തായാലും വരും. അവൻ എങ്ങനെ വരുമെന്ന ഒരു കൂലിക്കാരന് വെളിയിലിറക്കാൻ പുഷ്പ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നാണോ? ആ നിമിഷം കഥ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിയുകയാണ്. പോലീസ് സ്റ്റേഷൻ വാതുക്കലേക്ക് പുഷ്പ നടന്നു കയറുകയായിരുന്നു. അവിടെത്തിയ പുഷ്പ പോലീസുകാരോട് പറഞ്ഞു, പിടികൂടിക്കൊണ്ടു വന്നവരിൽ ശ്രീനു എന്ന് പേരുള്ള ഒരുത്തനുണ്ട്. അവന്റെ കല്യാണമാണ്. അവനെ എനിക്ക് വേണം. അത് പറ്റില്ല പുഷ്പ. ഷെഖാവത്ത് സാറ് പഴയ പോലല്ല. മാത്രമല്ല ശ്രീനുവിന്റെ പേര് FIRലുമുണ്ട് എന്നായിരുന്നു പോലീസിന്റെ മറുപടി. തന്റെ കൂട്ടത്തിൽ ശ്രീനു എന്നു പേരുള്ള ഒരാളെ വിട്ടുകൊടുത്ത് യഥാർത്ഥ ശ്രീനുവിനെ പുഷ്പ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് പുഷ്പ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ശ്രീനുവിന്റെ ദേഹത്തൊക്കെ ലാത്തിവെച്ച് നല്ല രീതിയിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. ശ്രീനുവിന്റെ ദേഹത്ത് മാത്രമല്ല, എല്ലാ തൊഴിലാളികളും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു. പുഷ്പ അവിടെയുള്ള പോലീസുകാരെയൊക്കെ ഒന്ന് രൂക്ഷമായി നോക്കുന്നുണ്ട്. കുറച്ചു സമയത്തിനു ശേഷം സ്റ്റേഷനിലേക്ക് SP ഷെഖാവത്തും SI കുപ്പരാജും കൂടി കടന്നുവരികയാണ്. അവിടെ എത്തുമ്പോൾ സ്റ്റേഷൻ മുഴുവൻ ശൂന്യമായിരുന്നു. പ്രതികളോ പോലീസുകാരോ ആരും തന്നെയില്ല. അവിടെ കാത്തുനിന്നിരുന്ന ഒരു കോൺസ്റ്റബിൾ വന്ന് SP-യോട് കാര്യങ്ങൾ വിശദീകരിച്ചു. സാർ, കുറച്ചു മുമ്പ് പുഷ്പ ഇവിടെ വന്നിരുന്നു. പുഷ്പയുടെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാൻ എല്ലാവരും ചേർന്ന് അയാളെ തടഞ്ഞു. ഞങ്ങളുടെ ജോലിയൊക്കെ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ പുഷ്പ ഒന്നങ്ങ് പ്രവർത്തിച്ചു. അവർ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന പണവും PFും പെൻഷനും കൈക്കൂലിയും ഒക്കെ ചേർത്ത് ഒറ്റയടിക്ക് സെറ്റിൽമെന്റ് ചെയ്തു. അവരെ പറഞ്ഞയച്ചു. അത് കേട്ടതും ഷെഖാവത്ത് ഒന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു. മറുവശത്ത് ശ്രീനുവുമായി മണ്ഡപത്തിലേക്കെത്തിയ പുഷ്പ ശ്രീനുവിന്റെ വിവാഹം കെങ്കേമമായി നടത്തുന്നുണ്ട്. അധികം വൈകാതെ
അല്ലാതൊരു ദിവസം പുഷ്പ CM-നെ കാണാൻ പുറപ്പെടുകയായിരുന്നു. CM-മായി പുഷ്പയ്ക്കൊരു മീറ്റിംഗ് ഒത്തുവന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് പുഷ്പയുടെ ഭാര്യ ശ്രീവല്ലി പുഷ്പയോട് പറഞ്ഞു, CM-നെ കാണുമ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് വരണേ. എന്തിനാണെന്നായി പുഷ്പയുടെ ചോദ്യം. ശ്രീവല്ലി പറഞ്ഞു, ആ ഫോട്ടോ നമ്മുടെ ഹാളിൽ തൂക്കിയിട്ട് ഓരോരുത്തരും വരുമ്പോ അത് കാണിച്ചു കൊടുക്കാലോ. എന്റെ ഭർത്താവ് CM-മായി ബന്ധമുള്ളയാളാണെന്ന് എനിക്ക് പൊങ്ങച്ചം പറയാലോ. ഭാര്യയുടെ ആഗ്രഹമല്ലേ. ശ്രീവല്ലിയോട് സ്നേഹമുണ്ടായിരുന്ന പുഷ്പ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ പുഷ്പ CM-ന്റെ അടുത്തെത്തിച്ചേരുകയാണ്. MLA ആയ സിദ്ധപ്പയും പുഷ്പയുടെ കൂടെയുണ്ടായിരുന്നു. സിദ്ധപ്പയായിരുന്നു CM-ന് പുഷ്പയെ പരിചയപ്പെടുത്തി കൊടുത്തത്. CM പറഞ്ഞു, പുഷ്പയെ അറിയാത്തവരായി ആരാ ഉള്ളത്? അടിക്കടി പുഷ്പയുടെ ന്യൂസൊക്കെ എന്റെ വക്കലും എത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ കാലിയാക്കിയതും പോലീസുകാർക്ക് വോളണ്ടറി റിട്ടയർമെന്റ് കൊടുത്തതുമടക്കം എല്ലാം തന്നെ. മാത്രമല്ല പുഷ്പയുടെ പേരങ്ങ് ഡൽഹി വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഒരു പ്രധാന മെമ്പറല്ലേ പുഷ്പ. നീ എന്തു വേണേ ചെയ്തോ പുഷ്പ. പുഷ്പയെ പൊക്കി CM പറയുന്നുണ്ടായിരുന്നു. സംസാരമൊക്കെ കഴിഞ്ഞപ്പോ CM-നൊപ്പം ഒരു ഫോട്ടോ എടുക്കാനായി പുഷ്പ ചെന്നു. പക്ഷേ CM പറഞ്ഞു, പണം തരുന്നുണ്ടെന്ന് കരുതി കണ്ട കടത്തൽക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിലും ആരെങ്കിലും ഭാര്യയുടെ വാക്കും കേട്ട് ഓരോന്ന് ചെയ്യാൻ നടക്കൂ. നോക്ക് പുഷ്പ, ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരിച്ചവരാരും വിജയിച്ച ചരിത്രമേയില്ല. പുഷ്പക്ക് അത് കേട്ട് അപമാനവും കലിപ്പും തോന്നുന്നുണ്ട്. അവൻ പുറത്തേക്ക് വന്നു. സിദ്ധപ്പയാണെങ്കിൽ CM-മായുള്ള മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ടായിരുന്നു പുറത്തേക്കെത്തുന്നത്. വന്ന സിദ്ധപ്പയോട് പുഷ്പ ചോദിച്ചു, നീ CM ആയാൽ നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ? അതെന്താ പുഷ്പ അങ്ങനൊരു ചോദ്യം? നീ പറഞ്ഞിട്ട് ഞാനെന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? എങ്കിൽ നീ CM ആവാനുള്ള പരിപാടി നോക്കിക്കോ എന്നായിരുന്നു പുഷ്പയുടെ മറുപടി. അത് കേട്ടതും സിദ്ധപ്പ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. പുഷ്പ, നിനക്കെന്താ വട്ടാണോ? CM ആവാൻ എന്തോരം പണം വേണമെന്നറിയാമോ? കുറഞ്ഞതൊരു 100 കോടിയെങ്കിലും വേണ്ടി വരും. 100 കോടിയോ? ഞാൻ 1000 കോടി തരാം, നീ CM ആയിക്കോ എന്ന് പറഞ്ഞു പുഷ്പ സിദ്ധപ്പയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നാലെ ഫോട്ടോഗ്രാഫറുടെ അടുത്ത് ചെന്ന് പുഷ്പ, ഈ ഫോട്ടോ ജനുവരി 24-ാം തീയതി എന്റെ വീട്ടിലെത്തിച്ചേക്കണം എന്നും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അധികം വൈകാതെ സിദ്ധപ്പ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ സെൻട്രൽ മിനിസ്റ്ററെ കാണാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. സെൻട്രൽ മിനിസ്റ്ററുടെ പേര് വീരപ്രതാപ് റെഡ്ഡി എന്നാണ്. പുഷ്പ പറഞ്ഞിട്ടായിരുന്നു സിദ്ധപ്പ അങ്ങോട്ടേക്ക് ചെന്നത്. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ചോദിക്കുമ്പോ ആവശ്യമുള്ള പണവും തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ CM-നേക്കാളും CM ആവാൻ ഏറ്റവും യോഗ്യതയുള്ളത് എനിക്ക് തന്നെയാണ് സിദ്ധപ്പ വീരപ്രതാപ് റെഡ്ഡിയോട് പറഞ്ഞു. റെഡ്ഡിയുടെ മറുപടിയുടൻ വന്നു, സിദ്ധപ്പ, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതിപ്പോ നീ സംസാരിക്കുന്ന പോലെയല്ല തോന്നുന്നത്. നിന്റെ പുറകിലാരാ ഉള്ളത്? ഈ സമയം വീരപ്രതാപ് റെഡ്ഡിക്ക് വീരപ്രതാപ് റെഡ്ഡിയുടെ അനിയന്റെ അടുത്ത് നിന്ന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അനിയൻ വീരപ്രതാപ് റെഡ്ഡിയോട് പറഞ്ഞു, നിങ്ങളോടൊരു ഡീല് സംസാരിക്കണം എന്നും പറഞ്ഞ് 5 കോടിയുമായി ഒരുത്തൻ എന്റെ പക്കൽ വന്നിട്ടുണ്ട്. എന്തു ചെയ്യണം? ആരാത്? വീരപ്രതാപ് ചോദിച്ചു. അനിയൻ ഫോൺ ഉടനടി തന്റെ അടുത്തിരുന്ന വ്യക്തിക്ക് കൈമാറി. അത് പുഷ്പയായിരുന്നു. എന്റെ പേര് പുഷ്പ എന്ന് പുഷ്പ പരിചയപ്പെടുത്തി കഴിഞ്ഞതും വീരപ്രതാപിന്റെ ഓഫീസിലേക്ക് ഒരു പുതിയ സോഫ വരുന്നുണ്ടായിരുന്നു. പിന്നാലെ പുഷ്പ വിശദീകരിച്ചു, ആ സോഫ അങ്ങേക്കുള്ളതാണ്. അതിൽ 25 കോടിയുണ്ട്. ഇതിനു പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സിദ്ധപ്പ CM ആകണം. പുഷ്പ തന്റെ ആവശ്യം വീരപ്രതാപിനെ അറിയിച്ചു. അതിന് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞാൻ എന്തായാലും തീരുമാനിച്ചു സാർ. എന്തായാലും ആ സോഫ സാറ് വെച്ചോ. കൊടുത്തതൊന്നും ഞാൻ തിരിച്ചു വാങ്ങാറില്ല. എന്റെ കയ്യിൽ അതുപോലുള്ള 1000 സോഫകളുണ്ട്. അതും പറഞ്ഞ് പുഷ്പ ഫോൺ കട്ട് ചെയ്തു. വീരപ്രതാപുമായുള്ള മീറ്റിംഗ് കഴിഞ്ഞതും സിദ്ധപ്പ പുറത്തെത്തി. അയാൾ പുഷ്പയെ ഫോൺ ചെയ്തു ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്താണോ? ഫോൺ ചെയ്യാനായി അയാളുടെ അനിയൻ 5 കോടി, അയാൾക്ക് 25 കോടി. ഇങ്ങനെ വഴിയിൽ വരെയും പോവുകയും ചെയ്യുന്നവര് വാരിക്കോരി പണം കൊടുത്തോണ്ടിരിക്കുവാണോ? സിൻഡിക്കേറ്റിനോട് ആര് മറുപടി പറയും? പുഷ്പ പറഞ്ഞു, സിൻഡിക്കേറ്റിന്റെ പണം അവിടെ തന്നെ കാണും. പക്ഷേ സിൻഡിക്കേറ്റിലേക്ക് വരുന്ന പണത്തിന്റെ അളവിൽ വലിയ മാറ്റം വരും. മുമ്പ് മംഗലം ശ്രീനുവിന് ലോഡ് കൊടുത്തോണ്ടിരുന്നപ്പോ 50 ലക്ഷമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ മംഗലം ശ്രീനുവിന്റെ അടുത്ത് നിന്ന് ലോഡ് മംഗലം ശ്രീനു കൊടുത്തുകൊണ്ടിരുന്ന ചെന്നൈ മുരുകന്റെ അടുത്തെത്തിയപ്പോ ടണ്ണിന് 1.5 കോടി വെച്ച് കിട്ടി. ചെന്നൈ മുരുകനെ മാറ്റി ചെന്നൈ മുരുകൻ ലോഡ് കൊടുക്കുന്ന ആൾക്ക് നേരിട്ട് ലോഡ് കൊടുത്താൽ എത്ര കിട്ടും? പുഷ്പയുടെ ആ ചോദ്യത്തിൽ സിദ്ധപ്പ ഒന്ന് പകച്ചിരുന്നു. പുഷ്പ ആ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി ഇന്റർനാഷണൽ ബ്രോക്കറായ ഹമീദിനെ മാൽദീവ്സിൽ ചെന്ന് നേരിട്ട് കണ്ടു. ഇന്റർനാഷണൽ ബ്രോക്കറായ ഹമീദാകട്ടെ പുഷ്പയെ വില കുറച്ചായിരുന്നു കണ്ടത്. 100 ടൺ 200 ടണ്ണിന്റെ കച്ചവടമൊന്നും ഞാൻ ചെയ്യാറില്ല. ഏറ്റവും കുറഞ്ഞത് 1000 ടണ്ണിന്റെ കച്ചവടം. 100-നും 200-നുമൊക്കെ ഇന്ത്യയിൽ എനിക്ക് ഒരുപാട് ആളുകളുണ്ട്, ഹമീദ് പുഷ്പയോട് പറഞ്ഞു. ഉടൻ വന്നു പുഷ്പയുടെ മറുപടി, ഇന്ത്യയിൽ ആരെ വേണമെങ്കിലും നീ വിളിച്ചു നോക്കിക്കൂ. 10 ടൺ സാധനം കിട്ടുമോന്ന് നോക്ക്. ഹമീദ് ഉടനടി അവിടെ നിന്ന് തന്നെ ഫോൺ കോൾ ചെയ്യാൻ ആരംഭിച്ചു. ആദ്യം ഹമീദ് വിളിച്ചത് ചെന്നൈ മുരുകനെയായിരുന്നു. ഹമീദിന്റെ ഓർഡർ കിട്ടിയതും മുരുകൻ വിളിച്ചതാകട്ടെ പുഷ്പയെയും. ഞാനൊരു മീറ്റിംഗിലാണ്, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ ചെന്നൈ മുരുകന്റെ ഫോൺ കോൾ പുഷ്പ കട്ട് ചെയ്തു. ഹമീദ് വീണ്ടും പലരെയും തുടർച്ചയായി വിളിക്കുന്നുണ്ട്.
പക്ഷേ അവരെല്ലാവരും തന്നെ ചന്ദനത്തിനായി വിളിച്ചത് പുഷ്പയെ തന്നെയായിരുന്നു. ഹമീദിന് കാര്യം മനസ്സിലായി. പുഷ്പ പിന്നാലെ ഹമീദിനോട് പറഞ്ഞു, നമുക്ക് ഇനി ബിസിനസ് സംസാരിക്കാം. 2000 ടൺ ലോഡുണ്ട്. എനിക്ക് ടണ്ണിന് 2.5 കോടി രൂപ വെച്ച് വേണം. 2000 ടണ്ണിന് 5000 കോടി. ഓക്കെ, ഡീൽ. ഹമീദും പുഷ്പയും ഡീൽ ഉറപ്പിച്ചു. പുഷ്പ തിരികെ നാട്ടിലെത്തി 2000 ടൺ ചന്ദനത്തിനായുള്ള പണിയും ആരംഭിച്ചു. അതിനുവേണ്ടി 2000 രൂപ കൊടുത്തുകൊണ്ടിരുന്ന കൂലിക്കാർക്ക് 10,000 രൂപ വരെ പുഷ്പ ഓഫർ ചെയ്തു. സിൻഡിക്കേറ്റിലെ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി തനിക്ക് 2000 ടൺ ആവശ്യമുണ്ടെന്നും അതിനുവേണ്ട പണി തുടങ്ങിക്കോ എന്നും പുഷ്പ അറിയിക്കുന്നുണ്ട്. കഥ അവിടെ നിന്നും ശെഖാവത്തിലേക്ക് തിരിയുന്നു. പഴയ സിൻഡിക്കേറ്റ് തലവൻ മംഗലം ശ്രീനുവിന്റെ ഭാര്യ ദാക്ഷായണി ശെഖാവത്തിനെ കാണുകയായിരുന്നു. അവർ പറഞ്ഞു, നീയും എന്റെ ഭർത്താവും ആണുങ്ങളാണോന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളിങ്ങനെ പൊത്തിൽ കയറി ഒളിച്ചിരുന്നു. പുഷ്പ അവിടെ പുറത്തേക്ക് ലോഡ് അയക്കാൻ 2000 ടൺ ലോഡ് പലയിടത്തുനിന്നായി ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ എവിടെയാണ് അവൻ അത് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം അറിവില്ല. നമുക്കത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. പുഷ്പയുടെ ഈ ഡീല് തടയണം. പുഷ്പയ്ക്ക് പോകുന്ന ലോഡിൽ ഏതെങ്കിലും ഒരെണ്ണം നീ തടഞ്ഞാൽ ബാക്കി ഞാൻ എന്റെ ഭർത്താവ് മംഗലം ശ്രീനുവിന് വെച്ച് ചെയ്തോളാം. ശെഖാവത്തിനും ഡീലോക്കിയായിരുന്നു. ശെഖാവത്ത് അധികം വൈകാതെ തന്നെ പുഷ്പയുടെ ഒരു ലോഡ് തടഞ്ഞു. ലോഡ് കത്തിച്ചു കളയുകയും ലോഡുമായി വന്ന സിൻഡിക്കേറ്റ് മെമ്പറെ ശെഖാവത്ത് കൊന്നുതള്ളുകയും ചെയ്തു. വിവരമറിഞ്ഞ് ദാക്ഷായണി ശെഖാവത്തിനെ വിളിച്ചു ചോദിച്ചു, ലോഡ് പിടികൂടാനും സിൻഡിക്കേറ്റ് മെമ്പറെ ഭയപ്പെടുത്താനുമല്ലേ പറഞ്ഞോളൂ, എന്തിനാണ് അയാളെ കൊന്നത്? അയാളെ ഞാൻ പേടിപ്പിച്ചാൽ അയാൾ മാത്രമേ പേടിക്കൂ. ഇപ്പോഴോ സിൻഡിക്കേറ്റിലുള്ള എല്ലാവരും വിറച്ചു കാണും. ശെഖാവത്ത് പറഞ്ഞത് തന്നെയായിരുന്നു സംഭവിച്ചതും. സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് മുഴുവൻ ഭയപ്പെട്ടിരുന്നു. സിൻഡിക്കേറ്റ് മെമ്പറുടെ ശവസംസ്കാരത്തിന് വന്ന മറ്റ് മെമ്പർമാർ സിദ്ധപ്പയോട് സംസാരിച്ചു. എല്ലാവർക്കുമുള്ള ശെഖാവത്തിന്റെ വാണിംഗാണിത്. പണത്തിനേക്കാൾ വലുതല്ലേ സാർ ജീവൻ? ഇത് പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പുഷ്പയെ സിൻഡിക്കേറ്റ് തലപ്പത്ത് നിന്ന് മാറ്റണം. മംഗലം ശ്രീനുവിനെ തന്നെ വീണ്ടും പദവി ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പുഷ്പയും ശെഖാവത്തും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണം. മെമ്പേഴ്സ് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് സിദ്ധപ്പയ്ക്കും തോന്നി. സിദ്ധപ്പ ശെഖാവത്തിനെ കാണുവാൻ ചെന്നു. ശെഖാവത്തിനോട് പറഞ്ഞു, ഇതുവരെ നടന്നതൊക്കെ മറന്നേക്ക്. പുഷ്പയോട് പറഞ്ഞ് നിനക്ക് 10 കോടി രൂപ വാങ്ങിത്തരാം. മിനിസ്റ്റർ സാർ, നിങ്ങൾ നിങ്ങളുടെ ഉടുപ്പൊന്നൂരിക്കെ എന്നായിരുന്നു ശെഖാവത്തിന്റെ മറുപടി. അത് കേട്ടതും സിദ്ധപ്പ രോഷം കൊണ്ട് വിറച്ചു. ഞാൻ ആരാണെന്നറിയാമോടാ എന്ന തരത്തിലൊക്കെ ശെഖാവത്തിനോട് കയർത്തു. ഉടൻ ശെഖാവത്ത് പറഞ്ഞു, കണ്ടോ സാർ, സാറിനോട് സാറിന്റെ ഷർട്ടൊന്നൂരാൻ പറഞ്ഞപ്പോ സാറിന് ഇത്രയ്ക്ക് ദേഷ്യം വന്നു. പക്ഷേ പുഷ്പ എന്റെ ഷർട്ടും പാന്റും ഒക്കെ ഊരിപ്പിച്ചു. അത് കേട്ടതും സിദ്ധപ്പ പിന്നെ ഒന്നും ആലോചിച്ചില്ല. തന്റെ പാന്റും ഷർട്ടും അങ്ങ് ഊരി. പിന്നാലെ പറഞ്ഞു, എടോ SP, ഈ ബിസിനസ്സില് പുഷ്പയും നിങ്ങളും എനിക്ക് ഒരുപോലെ മുഖ്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന ബിസിനസ് നന്നായി നടക്കും. വേണമെങ്കിൽ ഞാൻ പുഷ്പയെ കൊണ്ട് നിന്നോട് മാപ്പ് പറയിക്കാം. ഓ, പുഷ്പ മാപ്പ് പറയുമോ? അതെ, പുഷ്പയെ കൊണ്ട് മാപ്പ് പറയിക്കാം. ഓക്കെ, അങ്ങനാണെങ്കിൽ എല്ലാ സിൻഡിക്കേറ്റ് ആളുകളുടെയും മുമ്പിൽ വെച്ച് പുഷ്പ എന്നോട് മാപ്പ് പറയണം. സിദ്ധപ്പ അതിന് ഓക്കെ പറഞ്ഞു. വൈകാതെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു പാർട്ടി നടക്കുകയാണ്. ശെഖാവത്ത് അങ്ങോട്ടേക്ക് എത്തി. അന്നായിരുന്നു പുഷ്പ ശെഖാവത്തിനോട് മാപ്പ് പറയും എന്ന് സിദ്ധപ്പ പറഞ്ഞിരുന്നത്. മറുവശത്ത് പുഷ്പയാകട്ടെ ശെഖാവത്തിനോട് മാപ്പ് പറയേണ്ടുന്ന അവസ്ഥയാലോചിച്ച് മദ്യപിച്ചേ ഇരിക്കുകയായിരുന്നു. അധികം വൈകാതെ പുഷ്പ അങ്ങോട്ടേക്ക് വന്നു. മടിച്ചിട്ടാണെങ്കിലും ഒറ്റവാക്കിൽ ശെഖാവത്തിനോട് സോറി എന്ന് പറഞ്ഞു. അത് കേട്ട് ശെഖാവത്ത് അങ്ങ് വല്ലാതെ പൊങ്ങിയിരുന്നു. പുഷ്പയ്ക്ക് താൻ നാണം കെട്ട് ഏവരുടെയും മുമ്പിൽ അപമാനിതനായി ഒന്നുമല്ലാതായി പോയതായി തോന്നി. അവിടെ നിന്നും അപ്പോൾ തന്നെ വണ്ടിയിൽ പുഷ്പ തിരികെ പോരാൻ ആരംഭിച്ചു. യാത്രയിലുടനീളം ശെഖാവത്തിനോട് സോറി പറഞ്ഞ് തന്റെ അഭിമാനമൊക്കെ പോയതും എല്ലാവരുടെയും മുമ്പിൽ താൻ കൊച്ചായി പോയല്ലോ എന്നുമൊക്കെയായിരുന്നു പുഷ്പ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ സഹിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ വണ്ടിയിലുണ്ടായിരുന്നവരെയൊക്കെ പുറത്തിറക്കി പുഷ്പ വണ്ടിയെടുത്ത് തിരികെ പാർട്ടി നടക്കുന്നിടത്തേക്ക് പാഞ്ഞു. ശെഖാവത്ത് പോവാൻ വണ്ടിയിൽ കയറുകയായിരുന്നു. വണ്ടിയോടെ ശെഖാവത്തിനെ ഇടിച്ച് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് പുഷ്പ വീഴ്ത്തി. ശേഷം അവിടെ ചെന്ന് നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് മൂത്രമൊഴിക്കാൻ തുടങ്ങി. ശെഖാവത്ത് വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരുന്നു. പുഷ്പയും വിട്ടുകൊടുത്തില്ല. കൈക്കൂലിക്കാരനായ ശെഖാവത്തിനെ ഏവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അത് ശെഖാവത്തിനെ ചൊടിപ്പിച്ചിരുന്നു. പുഷ്പ കടത്താൻ നോക്കുന്ന ചന്ദനമരം മുഴുവൻ താൻ പിടിച്ചെടുക്കും എന്ന് ശെഖാവത്ത് അവിടെ വെച്ച് വെല്ലുവിളിച്ചു. പുഷ്പയും വിട്ടുകൊടുത്തില്ല. വരുന്ന തിങ്കളാഴ്ച 4 മണിന്നൊരു സമയമുണ്ടെങ്കിൽ 2000 ടണ്ണുമായി ലോറികള് ചെന്നൈ ബോർഡർ താണ്ടിയിരിക്കും. അതിന്നൊരു തുണ്ടും കഷ്ണമെങ്കിലും നീ പിടിച്ച അന്ന് ഞാൻ ഈ സിൻഡിക്കേറ്റ് വിടും. വീണ്ടും കോടാലിയെടുത്ത് പഴയ കൂലിക്കാരനാകും. പരസ്പരമുള്ള അവരുടെ വെല്ലുവിളി കനത്തിരുന്നു. വൈകാതെ പുഷ്പയുടെ ലോഡ് തടയാനുള്ള ശ്രമം ശെഖാവത്ത് ആരംഭിച്ചു. ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ അടച്ചു. പക്ഷേ പുഷ്പ മറ്റൊന്ന് ചിന്തിച്ചിരുന്നു. വേനലായതുകൊണ്ട് നദിയിൽ വെള്ളം വറ്റിയിരിക്കും. റോഡ് മാർഗമല്ലാതെ പുഷ്പ ചന്ദനം കടത്താൻ ശ്രമിച്ചത് തന്റെ ലോറികൾ പറഞ്ഞയച്ചത് വെള്ളം വറ്റിയ പുഴയിലൂടെയായിരുന്നു. ലോറികൾ പുഴയിലൂടെ കുതിച്ചു പാഞ്ഞു. പക്ഷേ ആ ഒരു സാധ്യത ശെഖാവത്തും ആലോചിച്ചെടുത്തിരുന്നു. ശെഖാവത്ത് ആ ലോറികൾ പിടികൂടാൻ ശ്രമിച്ചു. വലിയ ചേസിംഗും മറ്റും നടന്നു. ഒരു ഘട്ടത്തിൽ അതുവഴി പോയിരുന്ന കാളവണ്ടികൾ പിടിച്ചെടുത്ത് അതുപയോഗിച്ച് ലോറികൾ തടഞ്ഞ് മുഴുവൻ ലോറികളും ശെഖാവത്ത്
ഷെഖാവത്ത് തന്റെ കസ്റ്റഡിയിലാക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, അത്രയും ലോഡ് ചന്ദനമാണ് പിടികൂടിയിരിക്കുന്നത്. ഷെഖാവത്ത് അത് ആഘോഷിച്ചു. മീഡിയയെ വിളിച്ചുകൂട്ടി വാർത്തയും മേയർ ചെയ്തു. വിവരമറിഞ്ഞ അങ്ങോട്ടേക്ക് മംഗലം ശ്രീനുവും ദാക്ഷായണിയും എത്തിയിരുന്നു. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഷെഖാവത്ത് പിടികൂടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ രക്തചന്ദനമല്ല, മറിച്ച് രക്തചന്ദനം പോലെ തോന്നിക്കുന്ന മറ്റൊരു മരമാണ്. പുറമേ മാത്രം ചുവപ്പുള്ള, ഉള്ളിൽ വെളുത്തിരിക്കുന്ന മറ്റൊരു മരം. മാർക്കറ്റിൽ 10,000 രൂപ പോലും വിലയില്ല. അത് കേട്ടതും ഷെഖാവത്തൊന്ന് ഞെട്ടിയിരുന്നു. പിന്നാലെയാണ് ഷെഖാവത്തിന് കാര്യം മനസ്സിലായത്. മുഴുവൻ ലോഡും പുഷ്പ ചെന്നൈ ബോർഡർ കടത്തിയിരുന്നു. എങ്ങനാണെന്നല്ലേ? ഷെഖാവത്ത് ലോറികൾ പിടിച്ചെടുക്കാൻ കുറെ കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നല്ലോ. ആ കാളവണ്ടികൾ മുഴുവൻ ഉണ്ടാക്കിയത് ചന്ദന മരങ്ങൾ കൊണ്ടായിരുന്നു. ചന്ദനമാണെന്ന് തിരിച്ചറിയാൻ അതിനു മുകളിൽ മുഴുവനായും പെയിന്റ് പൂശിയിരിക്കുകയായിരുന്നു. ഷെഖാവത്ത് അതും മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അതുവഴി കാളകളുമായി പുഷ്പ കടന്നുവരുന്നത്. തന്റെ ഊഹം തെറ്റിയിട്ടില്ല എന്ന് ഷെഖാവത്ത് വീണ്ടും മനസ്സിലാക്കി. പുഷ്പയ്ക്കൊപ്പമുള്ള വെല്ലുവിളിയിൽ ഷെഖാവത്ത് വീണ്ടും പരാജയപ്പെട്ടു പോയിരുന്നു. പക്ഷേ തോറ്റുകൊടുക്കാൻ ഷെഖാവത്ത് ഒരുക്കമായിരുന്നില്ല. നിന്റെ ലോഡ് ചെന്നൈ ബോർഡറിലെ കടന്നുള്ളൂ, കടൽ കടന്നില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ പിടികൂടും എന്ന് ഷെഖാവത്ത് വീണ്ടും വെല്ലുവിളിച്ചു. അധികം വൈകാതെ അവിടുത്തെ വലിയൊരു ഉത്സവം വരികയായിരുന്നു. അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം പുഷ്പ ഉത്സവം കൂടാനെത്തി. അവിടെ വെച്ചിട്ടാണ് ശ്രീവല്ലി ഗർഭിണിയാണ് എന്ന കാര്യം ശ്രീവല്ലി മനസ്സിലാക്കുന്നത്. പുഷ്പയ്ക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. അവിടുത്തെ വലിയൊരു ആചാരമായ സ്ത്രീവേഷം കെട്ടിയുള്ള ആരാധന പുഷ്പ നിർവഹിക്കാനൊരുങ്ങി. അവിടെ ഉത്സവം കൂടാൻ ആ സമയം പുഷ്പയുടെ അച്ഛന്റെ യഥാർത്ഥ ഭാര്യയുടെ മകനും കുടുംബവും ഉണ്ടായിരുന്നു. അയാൾ ഒരിക്കലും പുഷ്പയെ തന്റെ അനിയനായി അംഗീകരിച്ചിട്ടേയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകൾ കാവേരിക്ക് പുഷ്പയോട് വലിയ സ്നേഹമായിരുന്നു. അന്ന് പൂജയ്ക്ക് മുമ്പ് പുഷ്പയ്ക്കടുത്ത് സംസാരിക്കാൻ കാവേരി ഓടിച്ചെന്നെങ്കിലും പുഷ്പ കാവേരിയെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാവേരി ദുഃഖിതയായി. പക്ഷേ ശ്രീവല്ലി കാവേരിയെ സമാധാനിപ്പിച്ചു. പുറമെ ആ ഗൗരവം കാണിക്കുന്നുണ്ടെന്നേയുള്ളൂ, നിന്നോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ ശ്രീവല്ലി പറഞ്ഞിരുന്നു. പുഷ്പ പിന്നീട് ആചാര ഡാൻസൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കാവേരിയെ അവിടുണ്ടായിരുന്ന പ്രശ്നക്കാരായ കുറച്ച് പയ്യന്മാർ, കൃത്യമായി പറഞ്ഞാൽ ബുഗ്ഗാറെഡ്ഡിയും സംഘവും ഉപദ്രവിക്കുന്നത് കാണുന്നത്. പുഷ്പ ചാടി വീണു. ബുഗ്ഗാറെഡ്ഡിയെയും സംഘത്തെയും വലിയ തോതിൽ മർദ്ദിച്ചു. കാവേരിയെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് കാവേരിയുടെ അച്ഛൻ കടന്നുവരുന്നത്. കാവേരിയുടെ അച്ഛൻ അവിടെ വെച്ച് പുഷ്പയെ അപമാനിച്ചു. ഇങ്ങനൊക്കെ ചെയ്താലും നീ എന്റെ അച്ഛന്റെ മകനാവില്ലടാ, തറവാട്ട് പേര് കിട്ടില്ലടാ എന്നൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അയാൾ അപമാനിച്ച് വിളിച്ചു പറഞ്ഞു. കാവേരി അച്ഛനെ തടയാനും ചിറ്റപ്പനെന്ന് പുഷ്പയെ അഭിസംബോധന ചെയ്തും വന്നപ്പോൾ കാവേരിയെ തല്ലി അയാൾ പറഞ്ഞു, നിന്നെ അവൻ പിടിച്ചപ്പോ പോലും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ല. നീ ഇപ്പൊ ഇവനെ ചിറ്റപ്പ എന്ന് വിളിച്ചില്ലേ, അപ്പോഴാണ് ഞാൻ നാണം കെട്ടത്. പുഷ്പയുടെ ഹാഫ് ബ്രദറായ മോഹൻരാജ് അത് പറഞ്ഞതും ശ്രീവല്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്റെ ഭർത്താവ് ആരാണ്, തനിക്കെന്താണ്, ഈ ലോകത്തിനെന്താണ് എന്നവർ മോഹൻരാജിനെ അപമാനിച്ച് മോഹൻരാജിന്റെ മുഖത്തു നോക്കി പറഞ്ഞു. പിന്നാലെ അവിടെ നിന്നവർ പോരുകയും ചെയ്തു. പുഷ്പയുടെ ആളുകളും നാട്ടുകാരും ചേർന്ന് ബഗ്ഗാറെഡ്ഡിയെയും ഗ്യാങ്ങിനെയും തലപാതി മുണ്ടനം ചെയ്ത് ചെരുപ്പുമാല ചാർത്തി ഏറെ അപമാനിച്ചായിരുന്നു അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ഇതേസമയം ഷെഖാവത്തും ദാക്ഷാണിയും മംഗലം ശ്രീനുവും ചേർന്ന് മറ്റു ചിലത് പദ്ധതിയിടുന്നുണ്ടായിരുന്നു. അവർ നിലവിലെ സിഎമ്മിനെ കാണാൻ ചെന്നു. സിഎമ്മിനടുക്കൽ എംപിയായ സിദ്ധപ്പയും വീരപ്രതാപ് റെഡ്ഡിയും ചേർന്ന് മന്ത്രിസഭ താഴെ വീഴ്ത്താൻ ശ്രമിക്കുന്ന കാര്യത്തെപ്പറ്റിയും അതിന് ഫണ്ട് ചെയ്യുന്നത് പുഷ്പയാണ് എന്നും അറിയിച്ചു. അതിനുള്ള പണത്തിനു വേണ്ടി പുഷ്പ വലിയൊരു ചന്ദനക്കടത്തടിയിൽ നടത്തുന്നുണ്ടെന്നും രാമേശ്വരം വഴി അത് ശ്രീലങ്കയിലേക്ക് കടത്താനാണ് പദ്ധതിയെന്നും പിടികൂടാൻ അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ടു. ആദ്യം സിദ്ധപ്പ മന്ത്രിസഭ വീഴ്ത്താൻ പോകുന്നു എന്നത് വിശ്വസിക്കാൻ സിഎം ഒരുക്കമായിരുന്നില്ല. പുഷ്പ തന്നെ കാണാൻ വന്നതാണെന്നും ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ താൻ സമ്മതിച്ചില്ല എന്ന കാര്യമടക്കം സിഎം പറഞ്ഞു. ഉടൻ മംഗലം ശ്രീനുവിന്റെ മറുപടി വന്നു. അന്ന് ആ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതിരുന്നതുകൊണ്ട് മന്ത്രിസഭ വീഴാൻ പോകുന്നത്, കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നും മനസ്സിലാക്കിയ സിഎം ഷെഖാവത്തിന് പെർമിഷൻ കൊടുത്തു. ലോക്കൽ പോലീസ് സപ്പോർട്ടോടെ ഷെഖാവത്ത് രാമേശ്വരം പോർട്ടിലേക്ക് എത്തി. അവിടെ മുഴുവൻ തിരച്ചിൽ നടത്തി. ഒന്നും കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പോവാതെ കിടന്ന കുറെ ഫിഷിംഗ് ബോട്ടുകൾ ഷെഖാവത്തിന്റെ കണ്ണിൽപ്പെടുന്നത്. സംശയം തോന്നിയ ഷെഖാവത്ത് കടലിലേക്ക് ചാടി പരിശോധിച്ചു. ഓരോ ബോട്ടിന്റെയും അടിയിൽ കൺസൈൻമെന്റ്, അതായത് ചന്ദനത്തടികൾ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടുമെന്നുറപ്പായതും ശ്രാങ്കകൾക്ക് സൂചന ലഭിച്ചു. ബോട്ടുകളുമെടുത്ത് അവർ ശ്രീലങ്കൻ തീരത്തേക്ക് വെച്ചുപിടിക്കാൻ തുടങ്ങി. ഒരു സ്പീഡ് ബോട്ടും എടുത്ത് ഷെഖാവത്തും സംഘവും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ സ്പീഡ് ബോട്ടിൽ പോയിരുന്ന ഷെഖാവത്തിന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഫിഷിംഗ് ബോട്ടുകളാണെങ്കിൽ മുമ്പോട്ട് പോവുകയും ചെയ്തു. സംഭവം എന്തെന്നാൽ ഇന്റർനാഷണൽ ബോർഡർ എത്തിയിരുന്നു. ഫിഷിംഗ് ബോട്ടുകൾക്ക് ലൈസൻസ് ഉള്ളതുകൊണ്ട് ബോർഡർ താണ്ടി പോവാൻ പറ്റും. സ്പീഡ് ബോട്ടിലായതുകൊണ്ട് ഷെഖാവത്തിനും സംഘത്തിനും ബോർഡർ താണ്ടി മറുവശത്തേക്ക് പോവാൻ സാധിക്കില്ലായിരുന്നു. ബൈനോക്കുലറിലൂടെ നോക്കിയ ഷെഖാവത്ത്
ഷെഖാവത്ത് ബോട്ടിൽ കെട്ടിക്കൊണ്ടുപോയ ചന്ദനത്തടികൾ കൺസൈൻമെന്റ് ശ്രീലങ്കൻ തീരത്തെത്തുന്നതും പുഷ്പ അത് സ്വീകരിച്ച് ഹെലികോപ്റ്ററിൽ പറന്നുപോകുന്നതും നോക്കിക്കണ്ടിരുന്നു. നിരാശയോടെയായിരുന്നു ഷെഖാവത്ത് തീരത്തേക്ക് തിരികെ എത്തിയത്. അപ്പോഴാണ് അവിടെ നടന്നൊരു ആക്സിഡന്റിന്റെ കാര്യമറിയുന്നത്. ഷെഖാവത്ത് ചെന്നു നോക്കിയപ്പോൾ ആക്സിഡന്റിൽ പെട്ടിരുന്നത് ഇന്റർനാഷണൽ ബ്രോക്കറായ ഹമീദിന്റെ വണ്ടിയായിരുന്നു. വണ്ടി ഓടിച്ചിരുന്നത് ജക്കാറെഡ്ഡിയും. ജക്കാറെഡ്ഡി അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. പുഷ്പയുടെ പ്രധാന ആളുകളിൽ ഒരാളായിരുന്നു ജക്കാറെഡ്ഡി. അതോടെ ഹമീദിനെ ഷെഖാവത്ത് സംശയിച്ചു. കൺസൈൻമെന്റിന്റെ കാര്യം ഹമീദിനടുക്കൽ ഷെഖാവത്ത് ചോദ്യം ചെയ്തു. കൺസൈൻമെന്റ് പോകുന്നത് ജപ്പാനിലേക്കാണെന്നും അവിടെ നിന്നും ജാപ്പനീസ് ഹവാല ഇടപാടിലാണ് പണം പുഷ്പയ്ക്ക് കിട്ടുക എന്നും ഹമീദിൽ നിന്ന് ഷെഖാവത്ത് അറിഞ്ഞു. ജാപ്പനീസ് ഹവാല നടക്കുക ഒരു നോട്ട് രണ്ടായി കീറിക്കൊണ്ടാണ്. ഒരു നോട്ട് പണം കൊടുക്കുന്ന വ്യക്തിയുടെ അടുത്തും മറുഭാഗത്തുള്ള നോട്ട് പണം സ്വീകരിക്കുന്ന വ്യക്തിയുടെ അടുത്തും ഉണ്ടാകും. ഇതിനിടയിൽ ഒരു ജാപ്പനീസ് ബ്രോക്കറും നോട്ട് ബ്രോക്കറുടെ അടുത്ത് എത്തിയാലേ പണം ലഭിക്കുകയുള്ളൂ. നിലവിൽ ആ ബ്രോക്കറുടെ പേരറിയുന്നത് ഹമീദിന് മാത്രമായിരുന്നു. പുഷ്പയ്ക്ക് ആ പേരറിയില്ല. അത് മനസ്സിലാക്കിയതും ഹമീദിനെ ഷെഖാവത്ത് കൊന്നുകളയുകയാണ്. അങ്ങനാണെങ്കിൽ പുഷ്പയ്ക്ക് ബ്രോക്കറെ പരിചയമില്ലാതെ പണം കിട്ടില്ല എന്ന് ഷെഖാവത്ത് ചിന്തിച്ചിരുന്നു. ഹമീദ് മരിച്ചതോടെ പണത്തിന്റെ കാര്യം പ്രതിസന്ധിയിലായല്ലോ. പുഷ്പ അതോടെ ജപ്പാനിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനായിരുന്നു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ ഒളിച്ച് പുഷ്പ ജപ്പാനിൽ എത്തിച്ചേർന്നത്. സിനിമയുടെ തുടക്കത്തിലെ യാക്കുസ സംഘത്തിന്റെ ആക്രമണമൊക്കെ അപ്പോഴാണ് നടക്കുന്നത്. വെടിയേറ്റ് പുഷ്പ കടലിലേക്ക് വീണു. ബോസ് വന്ന് കടലിൽ നിന്ന് പുഷ്പയെ പൊക്കിയെടുക്കാൻ ഉത്തരവിട്ടു. കുറച്ചാളുകൾ കടലിലേക്ക് ചാടി. പക്ഷേ പൊന്തി വന്നപ്പോൾ ചാടിയ ആൾക്കാരുടെയൊക്കെ ഡെഡ് ബോഡിയായിരുന്നു ബോസിന് കാണാൻ സാധിച്ചത്. കൂട്ടത്തിൽ തന്റെ കോടാലിയുമായി അവരെയൊക്കെ കൊന്ന് പുഷ്പ നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ കയ്യിൽ തനിക്ക് പണം കിട്ടേണ്ടുന്ന അടയാളമായ പാതിനോട്ടും പുഷ്പ വെച്ചിരുന്നു. യാക്കുസ നേതാവായ ഹിരോഷിക്ക് കാര്യം മനസ്സിലായി. പിന്നാലെ ഹിരോഷി തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു. ഹിരോഷിയുമായി പുഷ്പ നേരിട്ട് ഡീൽ സംസാരിച്ചു. ഇനി മുതലുള്ള ഓർഡറുകൾ ഹിരോഷിയും പുഷ്പയും തമ്മിൽ നേരിട്ടായിരിക്കും നടക്കുക എന്ന തരത്തിൽ അവർ കരാർ പറഞ്ഞുറപ്പിച്ചു. വൈകാതെ പണം നാട്ടിലേക്ക് വന്നെത്തി. പണമെത്തിയതോടെ പറയണ്ടല്ലോ, സിദ്ധപ്പ MLA-കളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി. പിന്നാലെ അവിടുത്തെ CM ആവുകയും ചെയ്തു. CM ആയ ശേഷം പുഷ്പയെ നേരിട്ട് കാണാൻ സിദ്ധപ്പ തന്നെ വന്നിരുന്നു. കൃത്യസമയം അങ്ങോട്ടേക്ക് പുഷ്പ മുമ്പ് പറഞ്ഞിരുന്ന ഫോട്ടോയും വന്നു. അതായത് ശ്രീവല്ലി ആഗ്രഹിച്ച പോലെ പുഷ്പ CM-ന്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എത്തി. CM ശ്രീവല്ലിയോട് പറയുകയും ചെയ്തു, അടുക്കളയിൽ ദോശ മറിച്ചിടുന്ന പോലല്ലേ നീ ഭരണം മറിച്ചിട്ട് കളഞ്ഞത്. നിനക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ CM ആയത്. പുഷ്പ തനിക്ക് വേണ്ടി അത്തരത്തിലൊരു കാര്യം ചെയ്തത് ശ്രീവല്ലിക്ക് അത്രമേൽ അതിശയകരമായിരുന്നു. ഷെഖാവത്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം CM പറഞ്ഞെങ്കിലും ഷെഖാവത്ത് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നായിരുന്നു പുഷ്പ പറഞ്ഞത്. കഥ അവിടെ നിന്നും ഷെഖാവത്തിലേക്ക് തിരിയുന്നു. എല്ലാം കൊണ്ടും പരാജിതനായ ഷെഖാവത്ത് പുഷ്പയിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ചന്ദനമരങ്ങൾ സൂക്ഷിച്ചെടുത്ത് നിൽക്കുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അത് ചന്ദനമരങ്ങൾ ആയിരുന്നില്ലല്ലോ. ടെസ്റ്റിങ്ങിനായി ആളുകൾ വന്നപ്പോൾ 1 ടൺ ഒറിജിനൽ ചന്ദനം കൊണ്ടുവന്നിട്ടായിരുന്നു മുഴുവൻ ഒറിജിനൽ ചന്ദനമാണ് എന്ന് ഷെഖാവത്ത് വരുത്തി തീർത്തത്. ഇപ്പോ മൊത്തം മാറിമറിഞ്ഞിരിക്കുന്നു. ഒറിജിനൽ ചന്ദനം കിട്ടിയിട്ടുമില്ല. എല്ലാം കൊണ്ടും ഷെഖാവത്ത് അപമാനിതനാകും. സത്യം പുറത്തു വന്നാൽ നാണം കെടും. അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്ത മുഴുവൻ വസ്തുവിനും തീയിട്ട് നശിപ്പിക്കാനായിരുന്നു ഷെഖാവത്ത് പദ്ധതിയിട്ടത്. ചാരമായി കഴിഞ്ഞാൽ എന്താണെന്ന് ആരറിയാൻ എന്ന് ഷെഖാവത്ത് അവിടുണ്ടായിരുന്ന SI-യോട് പറഞ്ഞു. പിന്നാലെ മുഴുവനും തീയിടുകയും ചെയ്തു. തീ കത്തിയിരിയുന്ന കൂട്ടത്തിൽ സ്വയം ഇല്ലാതാവാനും ഷെഖാവത്ത് ആലോചിച്ചിരുന്നു. രാജാവ് ഒരിക്കലും ഒറ്റയ്ക്ക് മരിക്കില്ല എന്ന് പറഞ്ഞ് SI കുപ്പരാജിനെയും തന്റെ കൂടെ നിർത്താൻ ഷെഖാവത്ത് ശ്രമിച്ചു. സാറിന് ഭ്രാന്ത എന്ന് പറഞ്ഞ് ഷെഖാവത്തിനെ തള്ളിമാറ്റി കുപ്പരാജ് ഓടിപ്പുറത്തു പോയി. കത്തുന്ന മരങ്ങൾക്കിടയിൽ നിന്ന് ഭ്രാന്തനെപ്പോലെ ഷെഖാവത്ത് എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ വലിയൊരു സ്ഫോടനം സംഭവിച്ചു. മരത്തടികൾ കത്തിച്ചിരുന്ന ആയിടം വലിയ സ്ഫോടനത്തിനിരയായി. അടുത്ത ദിവസം പുലർച്ചെ പുഷ്പയുടെ വീട്ടിലേക്ക് പുഷ്പയുടെ ഹാഫ് ബ്രദറിന്റെ ഭാര്യ, അതായത് ചേടത്തി വന്നിരുന്നു. പുഷ്പ കാര്യമറിഞ്ഞു. കാവേരിയെ അമ്പലത്തിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച ബുഗ്ഗ റെഡ്ഡിയും കൂട്ടുകാരും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. 2 കോടി രൂപയാണ് അവർ പകരം ചോദിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ കാവേരിയുടെ അച്ഛൻ മോഹൻരാജ് അമ്പലത്തിൽ ആ സമയം അവരെ അപമാനിച്ച പോലെ പാതി മൊട്ടയടിച്ച് ചെരുപ്പുമാല ധരിച്ച് അപമാനിതനായി നടക്കുകയും വേണം. പുഷ്പ ആദ്യമേ ഒന്നും പറഞ്ഞില്ല. ഈ ഒരു അവസരത്തിലല്ലേ മോനെ സഹായിക്കേണ്ടത് എന്നൊക്കെ പുഷ്പയുടെ അമ്മ പുഷ്പയോട് പറയുന്നുണ്ടായിരുന്നു. പുഷ്പ ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കുമെടുത്ത് കാവേരിയെ അന്വേഷിച്ചിറങ്ങി. കാവേരിയെ വേണ്ടിടത്തൊക്കെ തിരഞ്ഞെങ്കിലും എവിടാണെന്ന് അറിവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പുഷ്പ ഒരു TV സ്റ്റേഷനിലേക്ക് ചെന്നു. ഏവരും കാണത്തക്ക രീതിയിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്തു. കാവേരിയെ തട്ടിക്കൊണ്ടു പോയവർക്കെതിരെയുള്ള കൊലവിളിയായിരുന്നു അത്. ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ കാവേരിയെ തിരികെ തന്നില്ലെങ്കിൽ അവരെയൊക്കെ വകവരുത്തി കളയുമെന്ന്. ആ പ്രദേശം മുഴുവൻ പുഷ്പയുടെ കസ്റ്റഡിയിലായതുകൊണ്ട് ആളുകൾ മുഴുവനായും കാവേരിയെ തിരയാനാരംഭിച്ചു. വിവരം CM-ന്റെയും പ്രതാപ് റെഡ്ഡിയുടെയും ചെവിയിലേക്കെത്തിയിരുന്നു. CM-നെ കാണാൻ CM-ന്റെ
അനിയന്റെ ഓഫീസിലേക്ക് പ്രതാപ് റെഡ്ഡി വന്നു. ആ സമയത്താണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബഗ്ഗാറെഡ്ഡി യാഥാർത്ഥ്യത്തിൽ സെൻട്രൽ മിനിസ്റ്റർ പ്രതാപ് റെഡ്ഡിയുടെ അനിയന്റെ മകനാണ്. അവരുടെ കുടുംബത്തിന്റെ ഒരേ ഒരു അനന്തരാവകാശി. അവർ സമ്പാദിക്കുന്ന പണം മുഴുവൻ ദൂർത്തടിക്കലും പെണ്ണുപിടിക്കലുമാണ് അവന്റെ പ്രധാന തൊഴിൽ. ഈയടുത്ത് അത്തരത്തിലൊരു പീഡന കേസിൽ ജയിലിൽ പോയ ശേഷം പുറത്തിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പുഷ്പ അവനെയാണ് തിരയുന്നത് എന്നറിഞ്ഞതും CM അടക്കമൊന്ന് ഞെട്ടിയിരുന്നു. CM സിദ്ധപ്പ പുഷ്പയെ വിളിച്ച് ആ കാര്യങ്ങൾ പുഷ്പയോട് പറഞ്ഞു. ഈ വിഷയം നീ വിട്ടുകളഞ്ഞേക്ക് എന്നും അറിയിച്ചു. വീരപ്രതാപ് റെഡ്ഡിയുടെ സപ്പോർട്ടുണ്ടെങ്കിലേ സിൻഡിക്കേറ്റ് ബിസിനസ് നന്നായി നടക്കുള്ളൂവെന്നും വീരപ്രതാപ് റെഡ്ഡിയോട് എതിർക്കുന്നത് അത്ര നല്ല ബുദ്ധിയല്ല എന്നുമൊക്കെ സിദ്ധപ്പ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ അംഗീകരിക്കാതിരുന്നപ്പോഴും എപ്പോഴും ചിറ്റപ്പ എന്ന് വിളിച്ചിരുന്ന തന്നെ സ്നേഹിച്ചിരുന്ന കാവേരിയുടെ കാര്യം അങ്ങനെ വിട്ടുകളയാൻ പുഷ്പയ്ക്ക് പറ്റില്ലായിരുന്നു. തന്നോട് ഉപദേശിച്ച് അത്രയും സില്ലിയായി ആ കാര്യം വിട്ടുകളയാൻ പറഞ്ഞ സിദ്ധപ്പയ്ക്കും വീരപ്രതാപ് റെഡ്ഡിക്കുമെതിരെ പുഷ്പ ആക്രോശിച്ചു, ചീത്ത വിളിച്ചു. ഇതൊക്കെ ലൗഡ് സ്പീക്കറിൽ വീരപ്രതാപ് റെഡ്ഡിയും കേൾക്കുന്നുണ്ടായിരുന്നു. ബുഗ്ഗാറെഡ്ഡിയെയും മറ്റും പുഷ്പ കൊന്നുകളയും എന്നറിയാവുന്ന സിദ്ധപ്പ ഉടൻ ബുഗ്ഗാറെഡ്ഡിയെ വിളിച്ച് പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. വൈകാതെ അവരുടെ അടുത്തുനിന്ന് തന്നെ പുഷ്പയ്ക്ക് വിളിയെത്തി. 2 കോടിയുമായി പുഷ്പ തനിച്ചു വരണം എന്നവർ ആവശ്യപ്പെട്ടു. ഒറ്റപ്പെട്ട അവർ പറഞ്ഞ ഇടത്തേക്ക് പുഷ്പ പുറപ്പെടുകയാണ്. ഇതേസമയം വീരപ്രതാപ് റെഡ്ഡി വിളിച്ച് ബുഗ്ഗാറെഡ്ഡിയുടെ അച്ഛനും അതായത് വീരപ്രതാപ് റെഡ്ഡിയുടെ അനിയനും ആ ഇടത്തേക്ക് പുറപ്പെട്ടിരുന്നു. വൈകാതെ പുഷ്പ പണവുമായി ഹെലികോപ്റ്ററിൽ അവർ പറഞ്ഞ ഇടത്തേക്കെത്തി. പക്ഷേ അവിടെത്തിയ പുഷ്പയെ തങ്ങൾ അപമാനിക്കപ്പെട്ട പോലെ തിരികെ അവർ അപമാനിക്കുകയാണ്. കാവേരിയെ കാണാത്തതുകൊണ്ട് അവളുടെ ശബ്ദം മാത്രം കേൾക്കുന്നതുകൊണ്ട് പുഷ്പ അനങ്ങാതെ നിന്നു. അവരുടെ മർദ്ദനവും ഒക്കെയും ഏറ്റുവാങ്ങി. അന്നവരെ തല്ലിയപ്പോൾ പുഷ്പ സ്ത്രീവേഷത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് സ്ത്രീവേഷത്തിൽ തന്നെ പുഷ്പയെ തല്ലണം എന്നുദ്ദേശിച്ച് അവർ പുഷ്പയെ സ്ത്രീവേഷമണിയിച്ചിരുന്നു. കയ്യും കാലും കെട്ടിയിട്ടിട്ടായിരുന്നു അവർ പുഷ്പയെ തല്ലിച്ചതച്ചത്. പുഷ്പോടുവിൽ ഏറെ അവശതയിലായ സമയത്ത് കാവേരി അവർ പുഷ്പയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു. പുഷ്പയ്ക്ക് മുമ്പിൽ വെച്ച് കാവേരിയെ അപമാനിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. കാവേരി എപ്പോഴും ചെറിയച്ച എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കയ്യും കാലും കെട്ടിയിട്ടിട്ടും പുഷ്പ അതോടെ എതിരാളികൾക്കെതിരെ ശക്തമായ ഫൈറ്റിനിറങ്ങുകയാണ്. പിന്നെ അവിടെ നടന്നത് അത്രമേൽ കനത്ത ഒരു പോരാട്ടമായിരുന്നു. പോരാട്ടത്തിനിടയിൽ ബഗ്ഗാറെഡ്ഡിയെയും ബഗ്ഗാറെഡ്ഡിയുടെ അച്ഛനെയും പുഷ്പ വകവരുത്തി കളഞ്ഞു. അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് കാർമ്മികത്വം നിർവഹിച്ചത് മുമ്പിൽ നിന്നത് വീരപ്രതാപ് റെഡ്ഡിയായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് പുഷ്പയുടെ വീട്ടിലേക്ക് പുഷ്പയുടെ ഹാഫ് ബ്രദർ മോഹൻരാജ് കടന്നുവന്നു. ഒരിക്കൽ പോലും പുഷ്പയെ അംഗീകരിക്കാതിരുന്ന എന്നും തള്ളിപ്പറഞ്ഞിരുന്ന പുഷ്പയുടെ അർത്ഥ സഹോദരൻ കയ്യിൽ ഒരു പൊതിയുമുണ്ടായിരുന്നു. മോഹൻരാജിനെ പുഷ്പയുടെ അമ്മയും മറ്റുള്ളവരും വീടിനകത്തേക്ക് ആനയിച്ചിരുത്തി. വലിയൊരു കുറ്റബോധത്തിൽ മോഹൻരാജ് ഉരുകുന്നുണ്ടായിരുന്നു. മുകൾ നിലയിലായിരുന്ന പുഷ്പയോട് താഴേക്ക് വരാൻ ശ്രീവലിജെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പുഷ്പമടിച്ച് മുകളിൽ തന്നെ നിന്നു. മോഹൻരാജിനും കാര്യം മനസ്സിലായിരുന്നു. മോഹൻരാജ് താൻ പണ്ട് ചെയ്തുപോയ പാപങ്ങളിൽ ഏറ്റുപറഞ്ഞു. പുഷ്പയ്ക്ക് തറവാട്ട് പേര് നിഷേധിച്ചതും തന്റെ അച്ഛനല്ല പുഷ്പയുടെ അച്ഛനെന്ന് പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങളിൽ താനിന്ന് ദുഃഖിക്കുന്നു എന്ന് മോഹൻരാജ് അറിയിച്ചു. തന്റെ മകളെ രക്ഷിച്ചതിനുള്ള നന്ദിയും കടപ്പാടും മോഹൻരാജിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും വേണ്ടി പുഷ്പയുടെ അമ്മയുടെ കാൽക്കൽ വീണ് മോഹൻരാജ് മാപ്പപേക്ഷിച്ചു. പോകുന്നതിനു മുമ്പ് താൻ കൊണ്ടുവന്ന കെട്ടു തുറന്ന് മോഹൻരാജ് ഒരു വിവാഹ ക്ഷണക്കത്തെടുത്തു. കാവേരിയുടെ വിവാഹമുറപ്പിച്ചെന്നും ആദ്യത്തെ വിവാഹ ക്ഷണക്കത്ത് അമ്മയ്ക്കാണ് നൽകുന്നത് എന്നും മോഹൻരാജ് പുഷ്പയുടെ അമ്മയോടായി പറഞ്ഞു. വിവാഹത്തിന് നിങ്ങളെത്തിയില്ലെങ്കിൽ മണ്ഡപത്തിൽ കയറില്ലെന്നാണ് കാവേരി പറഞ്ഞിരിക്കുന്നതെന്നും നിങ്ങളോട് ചോദിച്ചിട്ട് കല്യാണക്കുറി വിതരണം ചെയ്താൽ മതിയല്ലോ എന്ന് ചിന്തിച്ചാണ് ആദ്യമേ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും മോഹൻരാജ് പറയുന്നുണ്ട്. തങ്ങൾ വരുമെന്ന് പുഷ്പയുടെ അമ്മ പറഞ്ഞു. കല്യാണക്കുറിയുമായി ശ്രീവല്ലി പുഷ്പയുടെ അടുത്തെത്തി. ഒക്കെയും പുഷ്പ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണക്കുറിയിൽ പുഷ്പയുടെയും ശ്രീവല്ലിയുടെയും അമ്മയുടെയും പേരുകൾ കുടുംബ പേരിനൊപ്പം പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നു. ചെറുപ്പം തൊട്ടേ പുഷ്പ ആഗ്രഹിച്ചിരുന്ന ഏറ്റവും വലിയ കാര്യം തന്റെ അച്ഛന്റെ കുടുംബ പേര് തനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. സന്തോഷത്തിലും പഴയ കാര്യങ്ങളുടെ വേദനയിലും പുഷ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് നേടിയെടുത്ത സന്തോഷമായിരുന്നു പുഷ്പയ്ക്ക് ആ നിമിഷം കിട്ടിയത്. കാവേരിയുടെ കല്യാണത്തിന് സകുടുംബം പുഷ്പ എത്തിയിരുന്നു. മോഹൻരാജും അനിയനും സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. വിവാഹത്തിൽ പുഷ്പ ഏവരുടെയും ഒപ്പം സകുടുംബം പങ്കുചേർന്നു. ഇതേസമയം മറ്റൊരിടത്ത് ബുഗ്ഗാറെഡ്ഡിയുടെയും അച്ഛന്റെയും മരണാനന്തര ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ചടങ്ങുകളിൽ പങ്കുചേരാൻ മംഗളം ശ്രീനുവും കുറച്ച്
സിൻഡിക്കേറ്റ് മെമ്പേഴ്സും എത്തിയിരുന്നു. പുഷ്പയോട് ശത്രുതയുള്ളവരെല്ലാവരും അവിടെ ഒത്തുകൂടി കഴിഞ്ഞു. ആരോ വന്നില്ലേ എന്ന് വീരപ്രതാപ് റെഡ്ഡി തന്റെ അസിസ്റ്റന്റിനോട് ചോദിച്ചു. വന്നിട്ടില്ല, പക്ഷേ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് എന്നായിരുന്നു അസിസ്റ്റന്റിന്റെ മറുപടി. സന്ദേശമായി വന്നത് ഒരു ബൊക്കെയായിരുന്നു. അതിനുള്ളിൽ അപകടചിഹ്നം സൂചിപ്പിക്കുന്ന ഒരു സിംബലും വെച്ചിട്ടുണ്ടായിരുന്നു. മറുവശത്ത് കല്യാണ ആഘോഷങ്ങൾ നടക്കുന്നിടത്ത് ഏവരും വേദിയിൽ നിൽക്കെ അതിന് കുറച്ച് മുമ്പിലായി ബൊക്കകൾ കൂട്ടിവെച്ചിരുന്നിടത്ത് അതേ അപകടചിഹ്നമുള്ള ഒരു ബൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം നടക്കുന്നിടത്തു നിന്നും കുറച്ചകലെയായ ഒരു മലമുകളിൽ ഒരു വ്യക്തി നിന്നിരുന്നു. അയാൾ തന്റെ കയ്യിലുള്ള റിമോട്ടിൽ സ്വിച്ച് അമർത്തി. പൊടുന്നനെ കല്യാണ ഓഡിറ്റോറിയത്തിൽ ഒരു സ്ഫോടനം നടന്നു. സ്ഫോടനം നടത്തിയ ആളുടെ കൈകൾ പൊള്ളിയിരുന്നു. അത് ശെഖാവത്താണെന്ന സൂചന തരുന്നു. ആ ദൃശ്യത്തോടെ പുഷ്പ 3 റാംപേജിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. 3 മണിക്കൂർ 44 മിനിറ്റ് ദൈർഘ്യമുള്ള വലിയൊരു ചലച്ചിത്രമാണ്. അതാണ് പരമാവധി ചുരുക്കി 30 മിനിറ്റിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.